മാതാവിനും തിരുകുമാരനും മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ബീന. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. നെയ്യാറ്റിൻകര രൂപതയിലെ കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ എൻ്റെ ചേട്ടന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ചേട്ടന് 2023 മാർച്ചിൽ പെട്ടെന്ന് കണ്ണിന് കാഴ്ച പൂർണ്ണമായിട്ടൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും 3/4% വരെ കാഴ്ച നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയായിരുന്നു. അപ്പോൾ ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് ഷുഗർ ഉണ്ടായിരുന്നു മുൻപ്. അപ്പം ഷുഗറിൻ്റെ ഇതുകൊണ്ട് കണ്ണിൻ്റെ കാഴ്ച 3/4 പോയി കഴിഞ്ഞ് അപ്പം അതിനെ ചികിത്സ എടുക്കേണ്ടി വരും, 2-3 ഇഞ്ചക്ഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പം അതിനെ തുടർന്ന് 1 ഇഞ്ചക്ഷൻ എടുത്തു, 2 ഇഞ്ചക്ഷൻ കണ്ണിന് മരുന്നൊക്കെ ഒഴിച്ചെല്ലാം ചെയ്തിട്ട് കാഴ്ച ഒട്ടും കിട്ടിയില്ല. അതായത് അടുത്തൊരാൾ നിന്നാൽ കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ എൻ്റെ അടുത്ത് പള്ളിയിലുള്ളൊരു ചേച്ചി പറഞ്ഞ്, നീ പോയി ഒരു കാര്യം ചെയ്യ്, ഒന്ന് ഉടമ്പടിയെട്, കൃപാസനത്തിൽ പോയി എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പത്രം കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ കൂടുതൽ എനിക്ക് അതായത് ഞാൻ അതിനോട് അടുത്തിട്ടില്ലായിരുന്നു. അപ്പം ആ ചേച്ചി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വന്ന് 2023 10-ാം മാസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ചേട്ടന് വേണ്ടി എടുത്ത്. അങ്ങനെ ഇരുന്നപ്പോൾ ചേട്ടന് 11-ാം മാസം പെട്ടെന്ന് ഒരു സൈഡ് കൊണ്ട് തളർച്ച പോലെ വന്നു. അപ്പം ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ ഈ കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ആ കാശ് രൂപം കൊണ്ടുവന്ന് ചേട്ടൻ്റെ കഴുത്തിൽ ഞാൻ ജപമാലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ചേട്ടൻ ഇങ്ങനെ വയ്യാതായി ഒരു സൈഡ് കൊണ്ട് തളർന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ വിളിച്ചത് അത്രയും എൻ്റെ അമ്മ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ അമ്മ എന്നാണ്. അപ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, ഞാനോ മക്കളോ ആരുമില്ല. അപ്പോൾ ഈ ചേട്ടൻ്റെ യേശുവേ അമ്മ എന്നുള്ള വിളി കേട്ട് വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി ഓടി വന്ന് നോക്കിയപ്പം ചേട്ടന് സ്ട്രോക്കിൻ്റെ ലക്ഷണമായിരുന്നു. ഒരു സൈഡ് കൊണ്ട് ഇങ്ങനെ തളർന്ന് പോകുന്നൊരു സ്ഥിതിയായിരുന്നു. അപ്പം ഉടനെ തന്നെ എന്നെ വിളിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോഴേക്കും ചേട്ടൻ്റെ ഒരു സൈഡ് മൊത്തത്തിൽ ഇങ്ങനെ ചരിഞ്ഞ്, ചുണ്ടൊക്കെ ഒരു സൈഡ് കോണി, ശരീരത്തിന് ഒട്ടും തന്നെ ശേഷിയുണ്ടായിരുന്നില്ല. ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി, ഉടനെ ഓട്ടോ പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർ അപ്പോൾ താൽക്കാലിക മരുന്ന് തന്ന് വീട്ടിൽ കൊണ്ടുവന്ന് പിറ്റേന്ന് വീണ്ടും അതുപോലെ വന്നു. അപ്പോഴും ഞാൻ അടുത്തുള്ള വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ ഇത്തിരി ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞ് നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ട്. രാത്രി 12 മണിക്കാണ് വന്നത്. അപ്പോൾ 2 മണിയായപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിലെത്തി. അപ്പോൾ മെഡിക്കൽ കോളേജിൽ അവിടെ കൊണ്ടുപോയി ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ അഡ്മിറ്റാക്കി. പക്ഷെ അവർ എന്താണെന്ന് രോഗം എന്താണെന്ന് അവർ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതിനോടൊപ്പം ചേട്ടൻ്റെ മൈൻഡ് മാറി അടുത്ത് ഏതെങ്കിലും റൂമിൽ കയറി പോവും. കണ്ണിന് കാഴ്ചയും കൂടെ മങ്ങലായതുകൊണ്ട് എന്താണ് ചെയ്യണത് പറയണത് എന്നൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ഒരു മാനസിക സംഘർഷം പോലെ ആയിപ്പോയത്. അങ്ങനെ ഇരുന്ന് 7 ദിവസമായിട്ടും നമുക്ക് ഡോക്ടർ ഓരോ ദിവസം സ്കാൻ ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം, എല്ലാം ചെയ്തിട്ടും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ 7ൻ്റെ അന്ന് എൻ്റെ അടുത്ത് ചേട്ടൻ പറഞ്ഞ്, അങ്ങനെ വലിയ ആഹാരമൊന്നും കഴിക്കൂലായിരുന്നു. 7ൻ്റെ അന്ന് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, എനിക്കിത് പയറും കഞ്ഞിയും കുടിക്കണമെന്ന് തോന്നണ്, നിനക്കൊന്ന് എവിടെന്നെങ്കിലും വാങ്ങിച്ചു തരാമോ എന്ന് ചോദിച്ച്. അപ്പം എൻ്റെ ചേട്ടൻ ഇങ്ങനെ സുഖമില്ലാതായി. അതിന് ശേഷം എൻ്റെ കുടുംബക്കാരോ ചേട്ടൻ്റെ കുടുംബക്കാരോ ഞങ്ങളെ ശ്രദ്ധിക്കൂലായിരുന്നു. അതായത് വയ്യായിക ആയപ്പോഴേക്കും അതുവരെ സ്നേഹിച്ചുകൊണ്ടിരുന്ന കൂടപ്പിറപ്പ് ആരും തന്നെ നമ്മളെ സഹായത്തിനില്ലായിരുന്നു എന്ന് തന്നെ പറയാം. അതായത് ഞാൻ മാത്രമായിരുന്നു ചേട്ടൻ്റെ ഈ മാനസിക സംഘർഷ സമയത്ത് എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്കായിരുന്നു കൊണ്ട് ഓടിയതും എല്ലാ കൂട്ടിലും. രാത്രി ഉറങ്ങൂലായിരുന്നു. അങ്ങനെ 7ൻ്റെ അന്ന് ചേട്ടൻ കഞ്ഞി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ആരോട് പറയട്ടെ, കഞ്ഞിക്ക് ഞാൻ എന്ത് ചെയ്യട്ടെ എന്നിങ്ങനെ സങ്കടത്തോടെ പറഞ്ഞ് ഞാനും ചേട്ടൻ ഒരു 12 മണിയായപ്പോൾ നമ്മൾ തറയിലാണ് കിടക്കായിരുന്നത്. അപ്പം തറയിൽ കിടന്നപ്പം ചേട്ടനും കിടന്നുറങ്ങി, ഒരല്പം ഉറങ്ങി, ഞാനും മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുകയായിരുന്നു. അപ്പം ഒരു സിസ്റ്റർ, അതായത് നമ്മളെ പള്ളിയിലെ സിസ്റ്റർ, തട്ടയിട്ട സിസ്റ്റർ, ഒരു ട്രോളിയിൽ ഒരു തൊട്ടിയിൽ കുറച്ച് കഞ്ഞി കൊണ്ടുവന്ന്. കഞ്ഞി എന്ന് പറയാൻ ഞങ്ങൾ കിടന്നെടുത്ത് വന്നിട്ട് പറയാണ്, ഒരാളിന് കുടിക്കാനുള്ള കഞ്ഞിയുണ്ട്, ആർക്ക് വേണം എന്ന് ചോദിച്ച്. അപ്പം ഞാൻ
പെട്ടെന്ന് ചാടി കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് വേണം, എൻ്റെ ചേട്ടൻ കഞ്ഞി ചോദിച്ച് എനിക്ക് തരുമോ എന്ന് ചോദിച്ച്. അപ്പം സിസ്റ്റർ പറഞ്ഞ് പാത്രം എടുക്കാമെന്ന് പറഞ്ഞ്. അപ്പം അടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞ് എനിക്കും കൂടെ തരുമോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞ് ഇല്ല, ഒരാളിനുള്ള കഞ്ഞിയെ ഞാൻ കൊണ്ടുവന്നുള്ളൂ. അത് എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ തൂക്കോത്രം എടുത്ത് കഞ്ഞി വാങ്ങിച്ചിട്ട് ചേച്ചി ഞാൻ തരാമേ എന്നിങ്ങനെ പറഞ്ഞ് കഞ്ഞി കയ്യിൽ വാങ്ങിച്ചിട്ട് തിരിഞ്ഞു നോക്കണ സിസ്റ്റർ ആ ട്രോളിയും കണ്ടില്ല, സിസ്റ്ററിനെയും കണ്ടില്ല. അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇവിടെ വന്ന സിസ്റ്റർ എവിടെ? അപ്പം ചേട്ടൻ പറഞ്ഞു, എടി നിനക്ക് കഞ്ഞി തരണത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ, ഞാൻ പിന്നെ കണ്ടില്ല, സിസ്റ്ററിനെ കണ്ടില്ല എന്ന് പറഞ്ഞ്. അപ്പം തിരിച്ച് നോക്കിയപ്പം കാണാനില്ലായിരുന്നു. പിന്നെ ഞാൻ ഉടനെ ചേട്ടന് കഞ്ഞി കൊടുത്ത് ചേട്ടന് കഞ്ഞി കൊടുത്തിട്ട് അതിലൊന്ന് ആ ചേച്ചിക്ക് ഒരു ഗ്ലാസ് കൊടുത്ത് ഞാനും ഒരല്പം കുടിച്ചപ്പോഴേക്കും ഞങ്ങൾക്ക് അന്ന് വേറെ ഒന്നും കഴിക്കേണ്ടി വന്നില്ല. ഞങ്ങൾ പൂർണ്ണമായിട്ട് നമ്മുടെ വയറ് വീർത്ത്. അന്ന് വൈകിട്ട് ഒരു ഡോക്ടർ വന്ന് പറയാണ്, അത് സിസ്റ്റർ വന്ന് പറയാണ്, അത് മധുവിന് ഇന്ന് നെഫ്രോളജിയിലെന്നൊരു ഡോക്ടർ വരും, അതുവരെയും ഡോക്ടർമാർ ഒന്നും എന്തോന്നാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞില്ല. ഈ കഞ്ഞി കുടിച്ചതിൻ്റെ അന്ന് രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഒരു ഡോക്ടർ എന്ന് പറയാണ്, അപ്പുറത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ നിന്ന് ഒരു നെഫ്രോളജിയുടെ ഡോക്ടർ വരും, അപ്പം ആ ഡോക്ടർ വന്ന് എന്തോന്നാണെന്ന് പറയുമെന്ന് പറഞ്ഞ്. അങ്ങനെ ആ ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് ഇന്ന് എന്നെ ഒരു MRI സ്കാനിങ് എടുക്കണം തലയ്ക്കുള്ളത് എന്ന് പറഞ്ഞപ്പം അപ്പം സാധാരണ ഡേറ്റ് ഇട്ട് തരും. അപ്പം 1 മാസം 2 മാസമൊക്കെ ആവും മെഡിക്കൽ കോളേജിൽ. അപ്പം അന്ന് എന്നെ പറഞ്ഞ് പിറ്റേന്നത്തേക്ക് ഞങ്ങൾക്ക് ഡേറ്റും കിട്ടി. പിന്നെ ഞാൻ മോനെയും കൂടെ വിളിച്ച് പിറ്റേന്ന് രാത്രി എന്നെ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ അപ്പോഴും പറഞ്ഞു അത് സ്ട്രോക്ക് വന്നതാണ്. പക്ഷേ വന്ന സ്ഥിതിക്ക് ചേട്ടൻ ഇങ്ങനെ അല്ല, ഈ നിൽക്കുന്ന മനുഷ്യനെ പോലെ അല്ല നിൽക്കേണ്ടായിരുന്നു, ഒരു സൈഡ് മൊത്തത്തിൽ തളർന്ന് വരേണ്ട ഒരവസ്ഥയായിരുന്നു. കാരണം അത്രയ്ക്ക് BP തലയിൽ കയറിയാണ് ഈ സൈഡ് വന്നത്. പക്ഷേ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലായിരുന്നു ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, ജപമാല പറയുമായിരുന്നു. അതിനോടൊപ്പം ചേട്ടൻ്റെ കഴുത്തിൽ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ഞാൻ കൊണ്ടുവന്ന് ചേട്ടൻ്റെ കഴുത്തി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അമ്മയുടെ കാരുണ്യത്തോടു കൂടി ഞങ്ങളുടെ ആ ചേട്ടൻ്റെ ശരീരത്തിൽ ഒരു കുഴപ്പവും വന്നില്ല. തുടർന്ന് കണ്ണ് ഡോക്ടർ പറഞ്ഞ് ഇത് ഇനി കണ്ണ് കാഴ്ചയ്ക്ക് സംശയമാണ്, തിരിച്ച് കിട്ടുമെന്നുള്ള കാര്യം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോയെങ്കിലും ഡോക്ടർ പറഞ്ഞതുപോലെയൊന്നുമല്ല, നമ്മുടെ പരിശുദ്ധ അമ്മ തന്നെ എൻ്റെ ചേട്ടൻ്റെ കണ്ണിൽ കുറച്ച് ചികിത്സയിലൂടെ ആണെങ്കിൽ പോലും ഇന്നിതാ പൂർണ്ണ ആരോഗ്യത്തോടെയും പൂർണ്ണ കാഴ്ചയോടും കൂടി ഇന്ന് ഓട്ടിച്ച് ഞങ്ങളുടെ കുടുംബം പുലർത്തുന്നുണ്ട്. ഞങ്ങളുടെ ചേട്ടൻ്റെ ഇന്ന് ഇത്ര ഈ ശരീരത്തോടെ കൊണ്ട് നിർത്തിയിരിക്കുന്നെങ്കിൽ നമ്മുടെ വിശ്വസിക്കുന്ന നമ്മുടെ അമ്മ തന്നെയാണ്. പിന്നെ എൻ്റെ ഒന്നുള്ളത്, എൻ്റെ മോക്ക് 15 വയസ്സ്, അവൾക്കിപ്പോൾ 23 വയസ്സായി. 15 വയസ്സ് മുതൽ വയറ്റിൻ്റെ ഒരു സൈഡിൽ വേദന വരുമായിരുന്നു. അപ്പോൾ വേദന വന്ന് അവളെ കാണിക്കാൻ ഒരു ഡോക്ടറും ഇല്ല. ഇപ്പോൾ അവൾ ഡിപ്ലോമ കഴിഞ്ഞപ്പോൾ ഒരു ചെന്നൈയിൽ ഒരു കമ്പനി വർക്ക് ചെയ്യുകയാണ്. അപ്പം അവളെ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ ഒരു അസുഖവും ഇല്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ മോളുടെ പറഞ്ഞു, മോളെ കഴിഞ്ഞ 6 മാസം ഈ കഴിഞ്ഞ 6 മാസമാണ് അവളെ ഇവിടെ ഞാൻ വന്ന് രണ്ടാമത് പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഇപ്പോഴും മോൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മോളെ പറഞ്ഞു, മക്കളെ നീ അപ്പോൾ ഇതിടയ്ക്ക് വെച്ച് അവൾ നാട്ടിൽ വരുമ്പോൾ അവൾക്ക് ദേഹം ഈ മലമാരിയിരിക്കുന്ന ഡ്രസ്സുകൾ എടുത്തിടുമ്പോഴേക്കും ദേഹം മൊത്തം ചൊറിഞ്ഞ് തണലടിച്ച് പിന്നെ ഡോക്ടർ ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്താൽ മാത്രമേ അതങ്ങ് മാറുള്ളായിരുന്നു. അപ്പോൾ അവൾ വന്നതിൻ്റെ ഞാൻ ഇവിടെ 6 മാസം ഇവിടെ വരുന്നതിന് തലേ ദിവസം അപ്പോൾ അവളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴേക്ക് അവൾക്ക് ESR 48 ഉണ്ടെന്ന് പറഞ്ഞ്. ഈ ESR 48 ഉള്ളത് കൊണ്ടാണ് ഈ ശരീരം ചൊറിച്ചിൽ വരണേന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു, മക്കളൊരു കാര്യം ചെയ്യും, ഞാൻ എന്തായാലും അമ്മ ഉടമ്പടി പുതുക്കാൻ പോകണം, മക്കളും കൂടെ വാ, നമുക്ക് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞ് അവളെയും കൂടെ കൊണ്ടുവന്ന് ഈ കഴിഞ്ഞ 6 മാസം ഞാനും അവൾ ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി പുതുക്കി. എന്നിട്ട് പിറ്റേന്ന് അവൾക്ക് 3ൻ്റെ അന്ന് വീണ്ടും ചെന്നൈയിൽ ജോലിക്ക് പോകണമായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് വന്ന് പിറ്റേന്ന് ഞങ്ങൾ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, 48 എന്നുള്ളത് വെറും 8 മാറി അവളുടെ ESR. ഇപ്പം അവൾ ഏത് ഡ്രസ്സ് ഇട്ടാലോ അവൾക്ക് എന്ത് ചെയ്താലും അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല. അവളിപ്പോൾ കഴിഞ്ഞിട്ട് അങ്ങ് വെള്ളിയാഴ്ച ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ പഴയതുപോലെ അലമാരയിരുന്ന ഡ്രസ്സുകൾ എടുത്തിട്ട് അവൾക്ക് ഒരു കുഴപ്പമില്ല. വീണ്ടും ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത്, മക്കളെ 3 മാസം കഴിഞ്ഞാൽ നീ ഒന്നുകൂടെ നോക്കെന്ന് പറഞ്ഞ്. അവൾ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ആ പഴയതുപോലെ 8 തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതും നമ്മുടെ അമ്മ മാതാവും തിരുകുമാരനും അവൾക്കും പൂർണ്ണ സൗഖ്യം കൊടുത്ത്
അതുപോലെ എൻ്റെ ഒരു ഈ ഫുഡൊക്കെ ഇത് ഡെലിവറി ബോയ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്നപ്പം മഴയും വെയിലും ഒക്കെ കൊണ്ട് അവന് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അപ്പോൾ എപ്പോഴും പറയും, അമ്മ ഇതൊരു പാടുള്ള ജോലിയാണ് അമ്മ എന്ന് പറയും. അങ്ങനെ ഒരു ദിവസം അവൻ തളർന്ന് സാധനങ്ങൾ ആരും വിളിച്ചിട്ട് എടുക്കണില്ല എന്ന് പറഞ്ഞ് അവൻ തളർന്ന് ചെന്ന് ഒരു ഷെഡിലിരിക്കുകയായിരുന്നു മഴയത്ത്. അവിടെ ചെന്നിരുന്നപ്പം അവൻ വെറുതെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ്റെ തൊട്ട് ബാക്കിൽ ഒരു കാശ് രൂപം, അമ്മയുടെ ഒരു കാശ് രൂപം കിടക്കണത് ഉണ്ട്. അപ്പോൾ അവ ഉടനെ അതിനെ കയ്യിലെടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്കിന്നൊരു കാശ് രൂപം കിട്ടി. അവ വന്നിട്ട് ഒരു വെള്ളി പോലത്തെ ഒരു മാലയില്ല അതിനൊക്കെ ഒരു കഴുത്തിടുകയും ചെയ്തു. അതിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ഒരു കൂട്ടുകാരന്മാരുടെ എറണാകുളത്ത് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഒരു കടയിൽ കയറാൻ, നന്ദൽ ജി മാർട്ട് എന്നുകൊണ്ട് കടയിൽ കയറാൻ നീ പോകണുണ്ടാന്ന് കേട്ട്. അപ്പോഴവ അങ്ങനെ അതിന് പോയി. അവിടെ എത്രയോ പേര് പോയതിൽ അവന് മാത്രമാണ് അന്ന് അവിടെ സെലക്ഷൻ കിട്ടിയത്. ഇന്ന് അവൻ ആ മഴയും തണുപ്പൊന്നും കൊള്ളാതെ ഇന്നൊരു AC പോലത്തെ റൂമിൽ നിന്ന് അവൻ ഇന്ന് ജോലി ചെയ്യണം. ചെറിയ ശമ്പളമാണെങ്കിൽ പോലും അമ്മ മാതാവ് അവനെയും അതിൽ നിന്ന് നമുക്ക് അവനെ സംരക്ഷിച്ചുകൊണ്ട് തന്ന്. പിന്നെ ഞാൻ ഒരു ദിവസം തുണി അലയിക്കൊടുന്നപ്പോൾ ഒരു ഓല എൻ്റെ തലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ വരും. എനിക്ക് ഒരു ഇല വരും പോലെയാണ് തോന്നിയത്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മാതാവ് എനിക്ക് കഞ്ഞി കൊണ്ടുവന്ന മാതാവ് എൻ്റെ ഞാൻ വേറെ എന്തോ ചിന്തിച്ചോ നിൽക്കുകയായിരുന്നു. കഞ്ഞി കൊണ്ടുവന്ന മാതാവാണ് എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വന്നത്. ഞാൻ ഇങ്ങനെ മുകളിലോട്ട് നോക്കിയതും ശരിക്കും അമ്മ മാതാവിൻ്റെ മുഖത്ത് വന്ന് ഞാൻ ബാക്കിലോട്ട് 2 കാല് വെച്ചത് ഞാൻ നിന്ന സ്പോട്ടിൽ തന്നെ ആ ഓല വന്ന് വീണ് ഞാനത് മൊബൈലിലെടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ അമ്മ എന്നെ അതിൽ നിന്ന് അങ്ങനെ പിന്നെ അങ്ങനെ എന്തോ എനിക്കറിയാം ഒരുപാട് കാരുണ്യങ്ങൾ ഞങ്ങളുടെ മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം അമ്മയോടും തിരുകുമാരനോടും ഞങ്ങളും കുടുംബവും ഞങ്ങൾ നന്ദി പറയുകയാണ്. അതിനോടൊപ്പം പറയാൻ പറ്റില്ല, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് എൻ്റെ കാറുവിൽപ്പെട്ട 2 പേരുടെ 2 കാലുകൾ 2 പേർക്ക് സുഖമില്ലാതെ, ഒരാളുടെ കാലും മുട്ട് ഭയങ്കര വേദനയായിരുന്നു. അങ്ങനെ ഉള്ളിനകം പഴുത്ത് ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാണ്. അപ്പം ഞാൻ വീട്ടിൽ വന്ന് ഈ എണ്ണയും നമ്മുടെ തൈലവും ഉപ്പും എടുത്തും കൊണ്ടുവന്ന് വെള്ളത്തിലൊഴിച്ച് ഉപ്പും കൊടുത്ത് തൈലമൊക്കെ ഇട്ട് അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ കാല് വലിയ രീതിയിലൊന്നും ചെയ്യാത്ത രീതിയിൽ അവൻ പറഞ്ഞ ഉടൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ്, ചേച്ചി എൻ്റെ കാലിലൊരു തണുപ്പ് പോലെ വന്നേച്ചി എന്ന് പറഞ്ഞ് നൂത്ത് വെച്ചിരുന്ന കാല് അവൻ ആ സ്പോട്ടിൽ തന്നെ കാല് മടക്കി പിന്നെ അവൻ ഫുള്ള് വീട്ടിനകത്ത് നടക്കുകയാണ് ചെയ്തത്. അതുപോലെ ഒരു കൂട്ടുകാരുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു. അവന് ഷുഗർ കൂടി കാലിൻ്റെ പകുതിയോളം പഴുത്ത് അവരവിടെ നിന്ന് കയറ്റി വിടുകയാണ് ചെയ്തത്. ഇതും അറിഞ്ഞുകൊണ്ട് ഞാൻ ഇത് തന്നെ ചെയ്ത് ഇവിടെ നിന്ന് ഉപ്പും അമ്മയുടെ തൈലവും കൊണ്ടുപോയി അവിടെ ഇട്ട് കൊടുത്ത് അവൻ നല്ല നീരായിരുന്നു. ഞാൻ ചെന്ന് കണ്ടപ്പോൾ പിറ്റേന്ന് അവൻ്റെ ഭാര്യ വിളിച്ചറിയണ്, ചേച്ചി ചേട്ടൻ്റെ കാല് നല്ല നീരൊക്കെ വലിഞ്ഞ ഒരു കുഴപ്പമില്ല, നാളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണമെന്നാണ്. ഡോക്ടറെ അടുത്ത് കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ച് അത്രയ്ക്ക് പഴുപ്പും ഭയങ്കര നീരുമായിരുന്നു. അങ്ങനെ അമ്മ അതിലിപ്പോൾ അവരെനിക്കിന്ന് കാണിക്ക് വരെ തന്നേച്ചിരിക്കുകയാണ്, എനിക്കിവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് തരണേ എന്നും പറഞ്ഞ്. അങ്ങനെ ഒരുപാട്. പിന്നെ ഞാൻ നമ്മുടെ പള്ളിയിൽ ഞാൻ എല്ലാ കാര്യത്തിലും ഞാൻ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ ഈ വൃദ്ധസദനത്തിലും ആശുപത്രികളിലൊക്കെ ഊണ് കൊടുക്കാറുണ്ട്. അപ്പം ഞാനും അതിലൊരു ഭാഗമൊക്കെയായി ഞാനും കൊടുത്തു വിടാറുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം അത് ഞാൻ നെയ്യാറ്റിൻകര ഗവൺമെൻറ് ആശുപത്രിയിലാണ് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് എല്ലാ വാർഡുകളിലും കയറി രോഗികളോട് സ്നേഹാന്വേഷണങ്ങൾ ചോദിച്ചിട്ട് ഒന്ന് നാണക്കിടന്ന് ചോദിക്കും, ഒരു 2-3 മണിക്കൂർ അതിനു വേണ്ടി ചിലവഴിച്ച് ഞാൻ കൊടുക്കാറുണ്ട്. ചേട്ടനും അതുപോലെ തന്നെയാണ്. ചേട്ടൻ ഓട്ടോ സ്റ്റാൻഡിലാണ്. ഇപ്പം കിട്ടുന്ന പത്രം ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ഓട്ടോ ചേട്ടന്മാർക്ക് കൊടുക്കുകയും പിന്നെ അവരെ കയ്യിൽ ഈ ഓട്ടോയിൽ നിന്ന് കിട്ടുന്നതിലൊരു തുച്ഛമായ ഒരു വരുമാനം ആര് വന്ന് ചോദിച്ചാലും അവരങ്ങനെയും കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ. ഇത്രയും ഞങ്ങളെല്ലാം സഹായിച്ച് ഞങ്ങളുടെ തിരുകുമാരനും അമ്മയ്ക്കും കോടാനുകോടി നന്ദി ഞങ്ങൾ പറയുന്നുണ്ട്.